السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ വൻപാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബിലെ 37 വരെയുള്ള അധ്യായങ്ങളാണ് നമ്മൾ വായിച്ചത്. അവസാനമായി നമ്മൾ വായിച്ച അധ്യായം ബാബുൻ അൽ ഹിർസു അലൽ മാലി വശറഫ്, സമ്പത്തിൻ്റെ കാര്യത്തിലും സ്ഥാനമാനങ്ങളുടെ കാര്യത്തിലും ഒരു മനുഷ്യൻ കാണിക്കുന്ന പരിശ്രമം, പ്രയത്നം എന്നുള്ളത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അതിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉദാഹരണം വളരെ മനോഹരമാണ്. അവിടുന്ന് വളരെ ഗൗരവത്തിലാണ് ആ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഒരാൾ ഈ രൂപത്തിൽ സമ്പത്തിൻ്റെ കാര്യത്തിലും സ്ഥാനമാനങ്ങളുടെ കാര്യത്തിലും പരിധി വിട്ട് പരിശ്രമിച്ചാൽ, അതീവ താൽപര്യം കാണിച്ചാൽ, 2 ചെന്നായ്ക്കളുടെ ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മാ ദിഅബാനി ജാഇആനി ഉർസില ഫീ സരീബതി ഗനമിൻ ബിഅഫ്സദ ലഹാ മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശറഫി ലിദീനിഹി. 2 ചെന്നായ്ക്കളെ അവർ വിശന്ന് വലഞ്ഞു നിൽക്കുന്ന സമയത്ത് ആട്ടിൻ പറ്റങ്ങളുടെ തൊഴുത്തിലേക്ക് അവരെ പറഞ്ഞയച്ചാൽ, ആ ആട്ടിൻ പറ്റങ്ങളെ, ആ തൊഴുത്ത് എപ്രകാരം അവർ നശിപ്പിക്കുന്നുവോ അതിനേക്കാൾ ഒരു മനുഷ്യൻ്റെ സമ്പത്തിനോടും സ്ഥാനമാനങ്ങളോടുമുള്ള അതീവ താൽപര്യമെന്നത് അയാളുടെ ദീനിനെ നശിപ്പിച്ചു കളയും. ഈ ഹദീസ് മാത്രമേ ഷെയ്ഖ് റഹിമഹുള്ള ആ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. നമ്മൾ വിശദീകരിച്ചതാണ്, ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രം. സഹോദരങ്ങളെ, ഇത് തുടക്കത്തിൽ പറഞ്ഞത് നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പൊതുവെ സർവ്വസാധാരണയായി കാണാറുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. സമ്പത്തിനോട് അതീവ താൽപര്യമുണ്ടാവുക, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നത് പൊതുവെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ, അത് ചോദിച്ചു വാങ്ങുക, അതിനുവേണ്ടി പല ജാതി രാഷ്ട്രീയ തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ പ്രയോഗിക്കുക എന്നതൊക്കെ സർവ്വസാധാരണയായി നടക്കാറുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞത് ഒരു മനുഷ്യന്റെ ദീൻ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് തന്നെ അത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. നോക്കൂ, ഇതിനു മുന്നേ നമ്മൾ വായിച്ചു പോയ വൻപാപങ്ങളുമെല്ലാം വളരെ ചെറിയ കാര്യങ്ങളായിട്ടാണ് പലപ്പോഴും നമുക്ക് തോന്നാറുള്ളത്. പക്ഷെ അതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കാനുള്ള വൻപാപങ്ങളായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു തആല എല്ലാവിധ തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഓടിയകലാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, 38-ാമത്തെ അധ്യായമാണ് നമുക്ക് വായിക്കാനുള്ളത്. 38-ാമത്തെ അധ്യായമായി ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ബാബുൻ അൽ ഹലഉ വൽ ജുബ്നു. അൽ ഹലഉ എന്ന് പറഞ്ഞാൽ അക്ഷമ എന്നൊറ്റ വാക്കിൽ അർത്ഥം പറയാം. വൽ ജുബ്ൻ എന്ന് പറഞ്ഞാൽ ഭീരുത്വം. ഇതുമായി, ഈ 2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്ന അധ്യായം. സഹോദരങ്ങളെ, ഹലഅ് എന്ന കാര്യം ഒരു മനുഷ്യനിൽ ഉണ്ടാവുക എന്നത് വൻപാപമായിട്ടാണ്
ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ എണ്ണി പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് ആദ്യമായി അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും ആയത്തുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ കാര്യത്തിന് തെളിവായിക്കൊണ്ട്. അദ്ദേഹം പറഞ്ഞു, വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, തീർച്ചയായും മനുഷ്യൻ അക്ഷമനായിക്കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇദാ മസ്സഹു ശർറു ജസൂഅ, അവന് വല്ല ഉപദ്രവവും ബാധിച്ചാൽ അവനതാ അക്ഷമനായി തീരുന്നു. അവൻ ക്ഷമിക്കുകയില്ല, അവൻ ക്ഷമ കാണിക്കുകയില്ല, മറിച്ച് അവൻ അക്ഷമനായി മാറും. ക്ഷമയില്ലാത്തൊരവസ്ഥയിൽ അവൻ എത്തിച്ചേരും. വഇദാ മസ്സഹുൽ ഖൈറു മനുഅ, എന്നാൽ അവന് വല്ല നന്മയും വന്നു കിട്ടിയാൽ അവനതാ അത് പിടിച്ചു വെക്കുന്ന, തടഞ്ഞു വെക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഇല്ലൽ മുസല്ലീൻ, നിസ്കാരക്കാരൊഴികെ. ഈ ആയത്തുകളാണ് ഷെയ്ഖ് റഹിമഹുല്ല ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ അല്ലാഹു തആല പറഞ്ഞു, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഹലൂഅൻ, ആ വാക്കാണ് ഇവിടെ തലക്കെട്ടിൽ വന്നിട്ടുള്ളത്. അൽ ഹലഉ, ഇത് സഹോദരങ്ങളെ വലിയ അപകടമാണ്. എന്താണ് ഹലൂഅ് എന്നതാണ് തൊട്ടുടനെ ഉള്ള ആയത്തിൽ അല്ലാഹു പറഞ്ഞത്. മനുഷ്യന് വല്ല പ്രയാസവും വല്ല മുസീബത്തും ബാധിച്ചാൽ അവൻ കാണിക്കുന്ന അക്ഷമ, അതാണ് ഹലഉ. അക്ഷമനായി തീരുക. അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങളിലോ അള്ളാഹുവിൻ്റെ ഖദറിലോ ഒന്നും ക്ഷമ കാണിക്കാതെ അവനാകെ പരിഭ്രാന്തനായി പോവുക, അത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് വലിയ അപകടമുണ്ടാക്കും. അതേപോലെ തന്നെയാണ് ഇനി അവന് നന്മ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ്റെ അവസ്ഥ എന്താണ്? അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അവൻ കൊടുക്കുകയില്ല. വഇദാ മസ്സഹുൽ ഖൈറു മനുഅൻ, അവന് സമ്പത്ത് കിട്ടി, അവന് അള്ളാഹു സാമ്പത്തികമായി വളർച്ച നൽകി, സൗഭാഗ്യങ്ങൾ നൽകി, പക്ഷെ അവൻ അതിനുള്ള ബാധ്യതകൾ നിറവേറ്റുകയില്ല, അഥവാ കൊടുക്കേണ്ടത് കൊടുത്തുവിടുകയില്ല. സഹോദരങ്ങളെ, തലക്കെട്ടിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ആയത്തുകളാണ് സൂറത്തുൽ മആരിജിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകൾ. ഇതൊരു മനുഷ്യനിൽ ഉണ്ടായാൽ അയാൾ വൻപാപത്തിൽ അകപ്പെട്ടു എന്നാണ് അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞത്. അവിടെ നോക്കൂ, ഇല്ലൽ മുസല്ലീൻ, നിസ്കാരക്കാരൊഴികെ. നോക്കൂ, നിസ്കാരക്കാർ, നിസ്കാരം കൊണ്ട് ഒരു മനുഷ്യന് കിട്ടുന്ന ഗുണങ്ങളിൽപ്പെട്ടതാണ്. അനേകം ഗുണങ്ങളുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അതിൽപ്പെട്ട കാര്യമാണെന്ന് യഥാർത്ഥ നിസ്കാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ ഹലഉ ഉണ്ടാവുകയില്ല, അവരക്ഷമരായിരിക്കുകയില്ല, മറിച്ച് അവർ ക്ഷമാശീലരായിരിക്കും, അവർ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ, ഖളാ ഖദറിൽ ഉറച്ചു നിൽക്കും. അവർ പരിഭ്രാന്തരായി പോവുകയില്ല. അതേപോലെ അവർക്ക് സാമ്പത്തികമായി വളർച്ച കിട്ടി, അവർ നല്ല അവസ്ഥയിലാണ്, അപ്പോൾ അവർ കൊടുക്കാൻ ഭീരുക്കളാവുകയില്ല. ഇവിടെ ഭീരുത്വം എന്ന് ഉദ്ദേശിച്ചത് അതാണ്. അൽ ജുബൻ എന്ന് പറഞ്ഞ ആ ഭീരുത്വം എന്ന് പറഞ്ഞാൽ നന്മകൾ ചെയ്യാൻ കാണിക്കുന്ന ഭീരുത്വം. സമ്പത്ത് കൊടുക്കേണ്ട സ്ഥലത്ത്, നിർബന്ധമായി കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കാതിരിക്കുക, അതൊരു മനുഷ്യന് ഭയമുള്ളത് കൊണ്ടാണ്. അവൻ ഭീരുവായി പോവുകയാണ്. അപ്പം മുസല്ലീൻ, നിസ്കാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിൽ നിന്നും ഒഴിവാണ്. സഹോദരങ്ങളെ, ഈ രണ്ട് കാര്യങ്ങളും നോക്കൂ. ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ നിസാരമായിട്ടാണ് പലപ്പോഴും നമ്മൾ കാണുക. ഒരാൾ അക്ഷമനായി തീരുക, ഒരു പ്രയാസം വന്നു, ഒരു മുസീബത്ത് ബാധിച്ചു, എന്തെന്നില്ലാത്ത വാക്കുകൾ നാവ് കൊണ്ട് ഉരുവിടുക, ആകെ പരിഭ്രാന്തനാവുക എന്നത് പൊതുവെ നമ്മിൽ പലർക്കും സംഭവിച്ചു പോകുന്നതാണ്. അത് യഥാർത്ഥത്തിൽ വൻപാപമാണ്, വലിയ അപകടത്തിലാണ് അയാളെ കൊണ്ടെത്തിക്കുക. അതുപോലെ നന്മകൾ ചെയ്യാൻ, സാമ്പത്തികമായി അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ കൊടുത്തുവിടാൻ ഈ സന്ദർഭത്തിൽ ഭീരുത്വത്തോടുകൂടി പിന്മാറുക എന്നത്
പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവുന്നതാണ്. നിർബന്ധമായ സക്കാത്ത് വരെ കൃത്യമായി കൊടുക്കാത്ത എത്ര ആളുകളുണ്ട്. നിർബന്ധമായ കാര്യം നിർബന്ധമായി കൊടുത്തിരിക്കണം, അതുപോലും പിടിച്ചു വെക്കുന്ന, തടഞ്ഞു വെക്കുന്ന ആളുകളുണ്ട്. നോക്കൂ, നന്മ കിട്ടിയാൽ അവർ അള്ളാഹുവിനെ മറക്കും. ഇതൊരു പ്രയാസം വന്നാലോ അപ്പോഴും അള്ളാഹുവിനെ മറന്നു തന്നെ. ഈ രണ്ടവസ്ഥകൾ വലിയ അപകടമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഹദീസ് ഉദ്ധരിക്കുകയാണ്. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ശർറു മാ ഫിർ റജുലി ശുഹ്ഹുൻ ഹാലിഉൻ വജുബ്നുൻ ഖാലിഉൻ. ഒരു മനുഷ്യനിൽ ഉണ്ടായിത്തീരുന്ന ഏറ്റവും മോശമായ കാര്യമാണ് ശുഹ്ഹുൻ ഹാലിഅ. നേരത്തെ പറഞ്ഞ ഹലഅ എന്ന വാക്കാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുള്ളത്. ശുഹ്ഹുൻ ഹാലിഅ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പിശുക്കിനാണ് അത് പറയുക. ശുഹ് എന്ന് പറഞ്ഞാൽ പിശുക്കാണ്. അൽ ബുഖ്ലിന്റെ പരിധി വിട്ട ഒരവസ്ഥയാണ് അശുഹ്. ഇപ്പൊ ശുഹ്ഹുൻ ഹാലിഅ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പിശുക്ക് ഒരാളിൽ ഉണ്ടാവുക എന്നുള്ളത് അയാളിൽ സംഭവിച്ചിട്ടുള്ള വലിയ ശർറാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അക്ഷമനായിക്കൊണ്ടുള്ള, അസ്വസ്ഥനായിക്കൊണ്ടുള്ള ഒരു പിശുക്ക് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും മതി വരാത്ത, എത്ര കിട്ടിയാലും അയാൾക്ക് മതി വരികയില്ല. അതോടൊപ്പം ഇത് കൊടുക്കാൻ അയാൾക്ക് പേടിയായിരിക്കും, തീർന്നു പോകുമോ എന്ന കാര്യത്തിൽ അസ്വസ്ഥനായിരിക്കും. ഇങ്ങനെയുള്ള പിശുക്കൻ, ഇങ്ങനെ ഒരാളിൽ പിശുക്കുണ്ടായാൽ അയാളിൽ വലിയ ശർറാണ് ഉണ്ടായിട്ടുള്ളത്. വജുബ്നുൻ ഖാലിഅ. അൽ ഖാലിഅ എന്ന് പറഞ്ഞാൽ, ഖലഅ എന്ന് പറഞ്ഞാൽ ഊരി എന്നാണ് അർത്ഥം, അഴിച്ചു മാറ്റി എന്നാണ് അർത്ഥം. അൽ ജുബ്ൻ എന്ന് പറഞ്ഞാൽ ഭീരുത്വം. അതായത് ഒരു പ്രയാസം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു മുസീബത്ത് വന്നാൽ, അതല്ലെങ്കിൽ ചില തഫ്സീർ പ്രകാരം അള്ളാഹുവിന്റെ വല്ല കൽപ്പനയും വന്നാൽ അവിടെ പേടിച്ച് പിന്മാറുക, മനസ്സ്, ഹൃദയം നെഞ്ചകത്ത് നിന്ന് ഊരെറിഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ ആകെ സങ്കടം കൊണ്ട് പ്രയാസപ്പെട്ട് പിന്മാറുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അതാണ് അൽ ജുബ്നുൽ ഖാലിഅ എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും ഒരാളിൽ ഉണ്ടായാൽ അയാളിൽ ശർറ് അടങ്ങിയിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോക്കൂ, നമ്മുടെ തലക്കെട്ടുമായി ബന്ധപ്പെട്ട രണ്ട് വാക്കുകളാണ് അവിടെ വന്നിട്ടുള്ളത്. ഒരാളിൽ കടുത്ത പിശുക്കുണ്ടായി എന്ന് പറഞ്ഞാൽ തീർന്നു പോകുമോ എന്ന ഭയപ്പാടോടുകൂടി, അക്ഷമയോടുകൂടി ഒരാൾ തന്റെ സമ്പത്ത് അതിങ്ങനെ പിശുക്കി അടക്കി വെക്കുക, അത് അയാൾക്ക് ഷർറായി ഭവിക്കാൻ മതിയായതാണ്. അതുപോലെ തന്നെ വജുബ്നുൻ ഖാലിഅ, ധീരതയുടെ നേർവിപരീതമാണ് അൽ ജുബ്ൻ, ഭീരുത്വം, ഭയപ്പെട്ടു പോവുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖുകളെ കുറിച്ച് സമാനമായ ചില പദപ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഫഇദാ ഉൻസിലത് സൂറത്തുൻ മുഹ്കമ, അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ, ഖണ്ഡിതമായ വല്ല സൂറത്തും അവതരിപ്പിച്ചാൽ, വദുകിറ ഫീഹൽ ഖിതാൽ, ആ ആയത്തുകളിൽ, ആ സൂറത്തുകളിൽ ശത്രുക്കളുമായി യുദ്ധത്തിലേർപ്പെടണം എന്ന് അല്ലാഹു കൽപ്പിക്കുകയും ചെയ്താൽ, റഅയ്തല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ള ആളുകളെ നിനക്ക് കാണാം. യൻദുറൂന ഇലൈക നളറൽ മഗ്ശി അലൈഹി മിനൽ മൗത്ത്, മരണത്തിലേക്ക് തങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നു എന്ന അവസ്ഥയിൽ വളരെ ദയനീയമായി ഭീരുത്വത്തോടുകൂടി താങ്കളിലേക്ക് നോക്കുന്ന ഒരവസ്ഥ താങ്കൾക്ക് അവരെ കാണാം. ഇത് മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞാണ്. അല്ലാഹു തആല ഒരു കൽപ്പന നൽകിയപ്പോൾ അവരാകെ ഭീരുക്കളായിപ്പോയി.
അവരുടെ മനസ്സ് തകർന്നുപോയി എന്നാണ് പറഞ്ഞത്. അൽ ജുബ്നുൽ ഖാലിഅ എന്ന് പറഞ്ഞാൽ ഇതാണ്, മനസ്സ് തകർന്നു പോവുക. അല്ലാഹു ഖിതാൽ പറഞ്ഞപ്പോൾ അവരുടെ മനസ്സ് തകർന്നുപോയി, അങ്ങേയറ്റം ഭീരുത്വം കൊണ്ട് അവരുടെ ഹൃദയം തകർന്നുപോയി. അപ്പൊ അവരെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കുന്നത്? യൻദുറൂന ഇലൈക നദറൽ മഗ്ശിയ അലൈഹി മിനൽ മൗത്ത്, മരണത്തിലേക്ക് ഇങ്ങനെ, മരണം ഇങ്ങനെ നേർക്ക് നേരെ കാണുന്ന ഒരാൾ എപ്രകാരമാണോ ദയനീയമായിട്ട് നോക്കുക, അതേപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവർ നോക്കുന്നത് എന്ന് അല്ലാഹു തആല പറയുകയാണ്. ഇതെന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിന് ധൈര്യമില്ല. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വന്നെത്തിയാൽ അവരതിൽ ഉറച്ചു നിൽക്കും. അത് സാമ്പത്തികമായിട്ടുള്ള ചെലവഴിക്കലാവട്ടെ, സ്വന്തം ശരീരമാവട്ടെ, ഏത് വിഷയത്തിലും അവർ ധൈര്യത്തോടുകൂടി ധീരതയോടുകൂടി ഉറച്ചു നിൽക്കും. എന്നാൽ ഈ പറഞ്ഞ രോഗം പിടിപെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് തകർന്നു പോകും. നോക്കൂ, അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചിട്ടുണ്ട്. പിശുക്കിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖ്ലി വ അഊദു ബിക മിനൽ ജുബ്നി. അല്ലാഹുവേ, പിശുക്കിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അല്ലാഹുവേ, ഭീരുത്വത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ഇത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യമാണ്. ഹലഉം ജുബ്നും. എന്താണ് ഹല എന്ന് പറഞ്ഞാൽ? എന്താണ് ഹല എന്ന് പറഞ്ഞാൽ? പുതിയ വാക്കാണ്, സ്ഥിരമായിട്ട് കേൾക്കാത്തൊരു വാക്കാണ്. എന്താണത്? അക്ഷമ. ഹലു അൻ എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. മനുഷ്യന്റെ പ്രകൃതം അതാണ്. അവന് സൃഷ്ടിക്കപ്പെട്ടത് ഹലു അൻ, അവൻ അക്ഷമനാണ്, ക്ഷമയില്ലാത്ത അവസ്ഥയിലാണ് മനുഷ്യനുണ്ടാവുക. അതേപോലെ തന്നെ അൽ ജുബൻ. ജുബൻ എന്നാൽ ഭീരുത്വം. ഏത് കാര്യത്തിലാണ് ഭീരുത്വം? ഏത് കാര്യത്തിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ വന്ന് കിട്ടിയാൽ അതിലൊക്കെ ധൈര്യമില്ലാതെ ഭീരുവായി പോവുക, മനസ്സ് തകർന്നു പോവുക. ധീരതയോടെ ധൈര്യത്തോടെ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് അവനാകെ തളർന്നു പോവുകയാണ്. ഇത് രണ്ടിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാവലിനെ ചോദിച്ചിരിക്കുന്നു എന്ന് കാണാം. അത് അത്രയും ഗൗരവപ്പെട്ട കാര്യമായതുകൊണ്ടാണ് അവിടുന്ന് കാവലിനെ ചോദിച്ചത്. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ് അവിടുത്തെ ദുആയിൽ കാണുന്നത്. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ മറ്റൊരു ഹദീസ് കൊണ്ടുവന്നിരിക്കുന്നു. വലി മുസ്ലിമിൻ, ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്. അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു മർഫൂഅൻ, മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഇത്തഖുശുഹ, നിങ്ങൾ ശുഹിനെ കരുതിയിരിക്കുക. എന്താണ് അശുഹ് എന്ന് പറഞ്ഞാൽ? അശുഹ് എന്ന് പറഞ്ഞാൽ അൽ ബുഖ്ൽ, പിശുക്ക്. വെറും പിശുക്കല്ല, പിശുക്കിന്റെ കൂടെ തനിക്ക് ഇങ്ങോട്ട് കിട്ടണം, എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരവസ്ഥ കൂടിയുണ്ട്. സാധാരണ ഉണ്ടായിട്ട് കൊടുക്കാതിരിക്കുക എന്നതാണ് അൽ ബുഖ്ൽ എന്ന് പറഞ്ഞാൽ. പക്ഷേ ശുഹ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പരിധി വിട്ട ഒരവസ്ഥയാണ്. ഇങ്ങോട്ട് എത്ര കിട്ടിയാലും മതി വരൂല, എന്നാൽ ചെലവഴിക്കുകയും ചെയ്യുകയില്ല. അതാണ് അശുഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇത്തഖുശുഹ, നിങ്ങൾ ശുഹിനെ കരുതിയിരിക്കുക, ജാഗ്രത കൈക്കൊള്ളുക, നിങ്ങൾ സൂക്ഷിക്കുക. എന്തുകൊണ്ടാണ് സൂക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഫഇന്ന ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും, തീർച്ചയായും ഈ ശുഹ്, പിശുക്ക് എന്ന കാര്യം നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ ആളുകളെ നശിപ്പിച്ചിരിക്കുന്നു. മുൻകഴിഞ്ഞ പൂർവിക സമുദായങ്ങളിലെ ആളുകൾ അവരെ നശിപ്പിച്ചിരിക്കുന്നു ഈ ശുഹ് എന്ന കാര്യം. എന്താണ് അവരെ നശിപ്പിച്ചത്? ഹമലഹും അലാ അൻ സഫകൂ ദിമാഅഹും വസ്തഹല്ലൂ മഹാരിമഹും, അവരിൽ ശുഹ് പിടിപെട്ടു എന്ന് പറഞ്ഞാൽ കടുത്ത പിശുക്കുമുണ്ട്, അതുപോലെ തന്നെ ഇങ്ങോട്ട് കിട്ടണം,
എങ്ങനെ കിട്ടിയാലും വേണ്ടില്ല, എനിക്ക് കിട്ടണം. ഇത് പൂർവികരായ ആളുകളെ നശിപ്പിച്ചിരിക്കുന്നു. ആ ഒരു സ്വഭാവം, ആ ഒരവസ്ഥ, ആ ഒരു സ്വഭാവം അവരിൽ ഉണ്ടായത് കൊണ്ട് തന്നെ ഹമലഹും അല അൻ സഫകു ദിമാഅഹും, അവർ പരസ്പരം രക്തം ചിന്താൻ അവരെ അത് പ്രേരിപ്പിച്ചു. വസ്തഹല്ലു മഹാരിമഹും, അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങൾ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഹലാലാക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തിച്ചേർന്നു. സഹോദരങ്ങളെ നോക്കൂ, ഈ പിശുക്ക് എന്ന കാര്യം പഴയ കാലത്തെ ആളുകളെ നശിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മളോട് പറഞ്ഞെന്തിനാ? വെറുതെ അറിഞ്ഞിരിക്കാനാണോ? അല്ല, നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തഖുശുഹ, ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കാണ് കൽപ്പന നൽകിയത്, നിങ്ങൾ ഇതിനെ സൂക്ഷിക്കണം. കാരണം ഇത് ഉണ്ടായ സമുദായത്തിലെ ആളുകൾക്ക് സംഭവിച്ചത് എന്താണ്? അവർ പരസ്പരം രക്തം ചിന്താൻ അത് അവരെ പ്രേരിപ്പിച്ചു. അത് സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വ്യാപകമായിട്ട് കാണാം. എങ്ങനെ കിട്ടിയാലും വേണ്ടില്ല, എനിക്ക് കിട്ടണം. പരമാവധി നമ്മുടെ പോക്കറ്റ് നിറക്കുക എന്നതാണ് പ്രത്യേകിച്ച് ഈ തലമുറയിലുള്ള ആളുകളുടെ ഒരു ചിന്താഗതി. ഇതുണ്ടായാൽ എങ്ങനെയാണ്, ഹലാലാണോ ഹറാമാണോ എന്നൊന്നും ചിന്തിക്കാതെ സമ്പത്തുണ്ടാക്കുക, പണം വാരുക എന്നത് മാത്രമേ അവരുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടി അവർ പണിയെടുക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു ഹറാമാക്കിയതാണോ ഹലാലാണോ എന്നൊന്നും പരിഗണിക്കുകയില്ല. മാത്രമല്ല, അവർക്ക് മുന്നിലേക്ക് വരുന്നവർ ആരായാലും ശരി അവരെ വെട്ടി നിരത്തി അവർ മുന്നേറും. ഇതാണ് പഴയ കാലത്തെ സമുദായങ്ങളിൽ ഉണ്ടായത്. അവർ ഈ പറഞ്ഞ കാര്യത്തിനു വേണ്ടി പരസ്പരം കൊലപാതകങ്ങൾ നടത്തി, രക്തം ചിന്തി. അവർക്കത് പ്രശ്നമുണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് കാണാം, സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ ജ്യേഷ്ഠൻ അഞ്ജനെ കുത്തിക്കൊന്നു, മകൻ വാപ്പാനെ കൊന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു, തിരിച്ചു കൊന്നു. ഇങ്ങനെ ധാരാളം വാർത്തകൾ നമുക്ക് നിരന്തരം കേൾക്കാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, ഈ ഒരു കാര്യം വലിയ ഗൗരവമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഫഇന്ന ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും, ശുഹ് എന്നത്, പിശുക്ക് എന്നത് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളെ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ദുനിയാവും ആഖിറവും നശിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ദുനിയാവ് നശിച്ചത്? അവർ പരസ്പരം കൊലപാതകങ്ങൾ നടത്തി, രക്തം ചിന്തി. അതുപോലെ അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കി, അത് അവരുടെ ദുനിയാവിനെ നശിപ്പിച്ചു. ആഖിറം എങ്ങനെയാണ് നശിപ്പിക്കുക? ഈ പറഞ്ഞ തിന്മകൾക്ക്, തെറ്റുകൾക്ക് പരലോകത്ത് അള്ളാഹു വലിയ ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇങ്ങനെ ദുനിയാവും ആഖിറവും അവരുടേത് നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ അധ്യായത്തിന്റെ ആകെത്തുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ പൊതു സ്വഭാവത്തിൽപ്പെട്ടതാണ് അവൻ അക്ഷമനാണ്. അവൻ വല്ല പ്രയാസവും ബാധിച്ചാൽ ക്ഷമ കിട്ടുകയില്ല. അതുകൊണ്ടാണ് നമുക്ക് ക്ഷമയും ഖളാ ഖദറിലുള്ള ഈമാനും ഒക്കെ നമുക്ക് പ്രത്യേകം വേറെ വേറെ ധാരാളം പഠിപ്പിച്ചതും അതിന്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞതൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. ഒരു സത്യവിശ്വാസി അള്ളാഹുവിന്റെ വിധി തീരുമാനങ്ങൾ അനുസരിക്കുകയും അള്ളാഹുവിന്റെ ഖളാ ഖദറിന് കീഴൊതുങ്ങുകയും സന്തോഷം വന്നാലും പ്രയാസം വന്നാലും അള്ളാഹുവിന് സ്തുതി പറഞ്ഞുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടേണ്ടവരാണ്. എന്നാൽ അതിൽ നിന്ന് വ്യതിചലിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മുസീബത്ത് വന്നാൽ അവർക്ക് താങ്ങാൻ സാധിക്കുകയില്ല. അവർ ഈ പറഞ്ഞ രണ്ട് സ്വഭാവവും, രണ്ട് ഷർറും അവരിൽ ഒരുമിച്ച് കൂടും. അക്ഷമയും ഭീരുത്വവും. അവരുടെ മനസ്സ് തകർന്നു പോകും. അവർ ഭീരുക്കളായി മാറും. മുസീബത്ത് വന്നാലും ശരി, നന്മ കിട്ടിയാലും ശരി, രണ്ടായാലും ഈ പറഞ്ഞ അപകടത്തിൽ പെട്ട ആളുകൾ അവരുടെ കാര്യം പ്രശ്നത്തിലാണ്. അതുകൊണ്ടാണ് അത് വൻപാപമായി തീർന്നത്. പ്രയാസം വന്നാൽ ക്ഷമിക്കുകയില്ല, അത് തെറ്റാണത്, കബായിറാണ്. എന്നാൽ നന്മ കിട്ടിയെന്ന് വിചാരിക്കുക, എന്നാലോ മനുഅൻ, അവൻ തടഞ്ഞു വെക്കും. അവൻ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പാലിക്കുകയില്ല. അവൻ പിശുക്കനായി തീരും. അവൻ
പിശുക്ക് അത് പരിധി വിട്ട അവസ്ഥയിലേക്ക് അവരെത്തും. വാരിക്കൂട്ടുക എന്നത് മാത്രം കൊടുക്കുകയില്ല. അതാണ് ഷെയ്ഖ് റഹിമഹുള്ള ആദ്യമായി കൊണ്ടുവന്ന ആ ആയത്തുകളിൽ നമ്മുടെ ഈ തലക്കെട്ടുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, അക്ഷമയും എടുത്തുചാട്ടവും അതുപോലെ ഭീരുത്വവും നമുക്ക് സത്യവിശ്വാസികൾക്ക് ഉണ്ടാവാൻ പാടില്ല. മറിച്ച് ക്ഷമാശീലരായിരിക്കണം. ക്ഷമയുടെ 3 ഇനങ്ങളുണ്ട്. 1, അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കാൻ ക്ഷമ വേണം. 2, അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമ വേണം. 3-മത്തേത് അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങൾ ഒരുപക്ഷെ നമുക്ക് വേദനാജനകമായിരിക്കും. പ്രയാസമുണ്ടാക്കുന്ന ഖദറുകൾ, വിധി തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവിടൊക്കെ നമ്മൾ ക്ഷമ കൈക്കൊള്ളേണ്ടവരാണ്. ഒരിക്കലും ഹലഅ ഉണ്ടാവാൻ പാടില്ല. അക്ഷമനായി പോവാൻ പാടുള്ളതല്ല. കാരണം അക്ഷമ എന്നത് നമ്മൾ നശിപ്പിക്കും. നമ്മുടെ വാക്കുകളിൽ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത വാക്കുകൾ വരും. നമ്മുടെ പ്രവർത്തനങ്ങൾ അതിനനുസരിച്ച് ഫസാദായി പോകും. അതുപോലെ തന്നെ അൽജുബൻ, ഭീരുത്വം. നന്മ കിട്ടിയാൽ ആ നന്മ കൊണ്ട് എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത് അത് ചെയ്യുന്നവരായിരിക്കണം. ഒരിക്കലും പതറിപ്പോവാൻ പാടില്ല. ഒരിക്കലും മനസ്സ് തകർന്നു പോകുന്ന ഒരവസ്ഥയിൽ, ഏതാണ് ഈ മനസ്സ് തകരാന്ന് പറഞ്ഞാൽ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനുള്ള ക്ഷമ അവനുണ്ടാവുകയില്ല. അള്ളാഹു നിർബന്ധമായ സക്കാത്ത് പറഞ്ഞു, ഇല്ല അവൻ കൊടുക്കുകയില്ല. അള്ളാഹു മുസ്തഹബായ ഐച്ഛികമായ പുണ്യങ്ങൾ പറഞ്ഞു, ഇല്ല കൊടുക്കുകയില്ല. എന്നാൽ മറുവശത്തവൻ എത്രയും പോന്നോട്ടെ എന്ന ചിന്തയിലും ആയിരിക്കും. ഇതൊക്കെ നമ്മെ നശിപ്പിച്ചു കളയും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. 39-ാമത്തെ അധ്യായം ബാബുൻ അൽ ബുഖ്ൽ, പിശുക്കുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്ന അധ്യായം. നേരത്തെ നമ്മൾ അശ്വഹിനെ കുറിച്ച് പറഞ്ഞു. ഇത് പിശുക്കിൽ നിന്ന് പരിധി വിട്ട ഒരവസ്ഥയാണെന്ന് സൂചിപ്പിച്ചു. അത് വൻപാപമാണ്, അപകടമാണ്. അതേപോലെ തന്നെ പിശുക്ക് എന്നതും വൻപാപത്തിൽപ്പെട്ടതാണ്. സാധാരണ പിശുക്കന്മാരെ കാണാറില്ലേ? പിശുക്ക് എന്നത് യഥാർത്ഥത്തിൽ സാധാരണ ചിരിച്ചു തള്ളാനുള്ള ഒരു സ്വഭാവമല്ല, വൻപാപമാണ്. എപ്പോഴാണ് പിശുക്ക് പിശുക്കായി തീരുക? എപ്പോഴാണത് ആക്ഷേപാർഹമാവുക? നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അൽ ബുഖൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ സമ്പത്ത് അത് കൊടുക്കേണ്ട മാർഗത്തിൽ, ചിലവഴിക്കേണ്ട മാർഗത്തിൽ ചിലവഴിക്കാതെ പിടിച്ചു വെക്കുക എന്നതാണ് ബുഖൽ എന്ന് പറഞ്ഞാൽ. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ. അൽ ആയ, സൂറത്തു നിസായിൽ അല്ലാഹു തആല പിശുക്കന്മാരെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ ആയത്താണ്. അല്ലദീന യബ്ഖലൂൻ, ഏതൊരു കൂട്ടരാണോ അവർ പിശുക്ക് കാണിക്കുന്നവരാണ്. മാത്രമല്ല വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ, അതോടൊപ്പം ജനങ്ങളോട് പിശുക്ക് കാണിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്നവരാണ്. 2 ആക്ഷേപങ്ങളാണ് അവർക്ക് വന്നു കിട്ടിയിട്ടുള്ളത്. ഒന്ന്, അവർ സ്വന്തം പിശുക്കന്മാരാണ്. അതോടൊപ്പം അവർ ജനങ്ങളെ പിശുക്കന്മാരാക്കും. ആളുകളോടും പറയും കൊടുക്കരുത്. ഇത് വലിയ അപകടമാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇത് പൊതുവെ പണ്ഡിതന്മാർ പറഞ്ഞു തിന്മകളുടെ ആളുകളിൽ ഉണ്ടാകുന്ന ഒരു പൊതു സ്വഭാവമാണ്. ഒരു ഖായിദയായിട്ട് പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഷർറിന്റെ ഒരാൾ, തിന്മയുടെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വയം തിന്മ ചെയ്ത് ഒതുങ്ങിക്കൂടുകയില്ല. പിന്നെന്ത് ചെയ്യും? അയാൾ തിന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കും. കാരണം ആ മാർഗത്തിൽ ഇയാൾ തനിച്ചാവാതിരിക്കാൻ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്കുണ്ട്, വദ്ദതിസ്സാനിയതു ലൗ സന നിസാഉ കുല്ലുഹുന്ന. വ്യഭിചാരിണിയായ ഒരു സ്ത്രീ, അവൾ ഇഷ്ടപ്പെടുക, അവൾ ആഗ്രഹിക്കുക എല്ലാ സ്ത്രീകളും അവളെപ്പോലെ വ്യഭിചരിക്കണമെന്നാണ്. എല്ലാ സ്ത്രീകളും അവളെപ്പോലെ വ്യഭിചരിക്കണമെന്നാണ് വ്യഭിചാരിണിയായ ഒരു സ്ത്രീ ആഗ്രഹിക്കുക. കാരണം എന്താണ്? ആ വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട് അവൾ മാത്രം ആ നാട്ടിൽ ഒറ്റപ്പെടാൻ ഒരിക്കലും അവൾ ആഗ്രഹിക്കുകയില്ല. മറിച്ച് അവളുടെ കൂട്ടത്തിൽ ആളുകൾ കൂടാനും വേറെയും സ്ത്രീകൾ ഇവളെപ്പോലെ ഈ പറഞ്ഞ വൃത്തികെട്ട ഒരവസ്ഥയിൽ അറിയപ്പെടാനും
അവൾ ആഗ്രഹിക്കും. ഇത് എല്ലാ തിന്മയുടെ കാര്യത്തിലും ഉള്ളതാണ്. ഇതൊരു വലിയ ഖായിദയാണ്, ഒരു അടിസ്ഥാനമാണിത്. നമുക്ക് ഉപകാരപ്പെടും. കാരണം തിന്മയുടെ ആളുകൾ ഒരിക്കലും നമുക്ക് നന്മ പകരുകയില്ല, മറിച്ച് അവർ തിന്മയിലേക്ക് നമ്മെ മെല്ലെ മെല്ലെ വലിച്ചുകൊണ്ടുപോകും. അതുകൊണ്ടാണ് കൂട്ടുകെട്ട് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. നമ്മുടെ കൂട്ടുകെട്ട് സംശുദ്ധമായിരിക്കണം. അപ്പോൾ ഞാൻ കുടിക്കുന്നില്ല, ഞാൻ വലിക്കുന്നില്ല, ഞാൻ സിനിമക്ക് പോകുന്നില്ല, ഇതൊക്കെ കൂട്ടുകാർ ചെയ്യുമ്പോൾ ഞാൻ മാറി നിൽക്കും എന്ന് ചില ആളുകൾ ന്യായം പറയാറുണ്ട്. ഓൻ ഏതുവരെ മാറിയിക്കാൻ പറ്റും? കുറച്ചു കാലം മാറിക്കൊള്ളൂ, പിന്നെ പതിയെ പതിയെ അതിലേക്ക് എത്തിച്ചേരും. എത്ര ഉദാഹരണം വേണം, എത്ര ഉദാഹരണം വേണം. പതിയെ പതിയെ ആ തിന്മയിലേക്ക് അവൻ എത്തിച്ചേരും. എത്രയോ ആളുകളുണ്ട് 5 നേരം കൃത്യമായി ജമാഅത്തിന് മസ്ജിദിൽ വന്നിരുന്ന, ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചിരുന്ന, തൗഹീദുണ്ടായിരുന്ന, സുന്നത്തുണ്ടായിരുന്ന എത്രയോ ആളുകൾ പഴയ കൂട്ടുകെട്ട് പുതുക്കാൻ പോയതാണ്. അതോടുകൂടി കഥ കഴിഞ്ഞു, അതോടുകൂടി തീരുമാനമായി. എത്ര ഉദാഹരണങ്ങളുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കാരണം സഹോദരങ്ങളെ, തിന്മയുടെ ആളുകൾ ഒരിക്കലും അവർ മാത്രം ആ വഴിയിൽ ഒറ്റയ്ക്ക് നടക്കാൻ ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ടാണ് തിന്മയുടെ വഴി എപ്പോഴും തിരക്കുള്ളതായിരിക്കും. ഒരുപാട് ആളുകളുണ്ടാവും. നോക്കിയേ, പള്ളിയിൽ സുബഹി ബാങ്ക് കൊടുത്താൽ എത്ര ആളുണ്ടാവും? ജമാഅത്തിന് വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. എന്നാൽ ഒരു പരിപാടി വെച്ചോക്കട്ടെ, പുറത്ത് ഒരു ഗാനമേള, ഒരു കച്ചേരി, പാട്ട് കച്ചേരി വെച്ചോക്കട്ടെ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഉണ്ടാവും. അതാണ്, തിന്മകൾക്ക് എപ്പോഴും ആധിക്യമുണ്ടാകും. അതിലേക്ക് ആളുകളെ ക്ഷണിക്കും, ഒരിക്കലും ഒറ്റക്കാവുകയില്ല. ഇത് അടിസ്ഥാനപരമായ ഒരു ഖായിദയാണ്. ആരും വഞ്ചിതരായി പോകരുത്. ചെറിയവരാവട്ടെ, വലിയവരാവട്ടെ, യുവാക്കളാവട്ടെ, വിദ്യാർത്ഥികളാവട്ടെ, ഒരിക്കലും വഞ്ചിതരായി പോകരുത്. തിന്മയുടെ ആളുകളാണോ, മാറി നിന്നേക്കണം. അല്ലാഹു തആല ഈ ആയത്തിൽ പറഞ്ഞതുപോലെ അല്ലദീന യബ്ഖലൂൻ, അവർ ബുഖലിന്റെ ആളുകളാണ്. അവസാനിച്ചില്ല, വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ, അതോടൊപ്പം ജനങ്ങളോടും അവർ ബുഖൽ കൽപ്പിക്കും. ഇതെല്ലാ തിന്മക്കും ഇങ്ങനെ തന്നെയാണ്, എല്ലാ തിന്മകളും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. പിശുക്കന്മാരുടെ പൊതു സ്വഭാവത്തിൽപ്പെട്ടതാണിത്. എല്ലാ തിന്മകൾക്കും ഈ ഒരു പൊതു സ്വഭാവമുണ്ട്. പിശുക്കന്മാരെ കുറിച്ച് അള്ളാഹു പ്രത്യേകം പറഞ്ഞു. നിങ്ങൾ നോക്കിയാൽ മതി, പിശുക്കിന്റെ ആളുകൾ, അങ്ങനെ പിശുക്ക് കാണിക്കുന്ന ആളുകൾ, അവരെല്ലാ കാര്യത്തിലും പിശുക്ക് പറയും. ഒരു നല്ല വസ്ത്രം ധരിക്കൂല, നല്ല ഭക്ഷണം കഴിക്കൂല, നല്ല കാര്യങ്ങളൊന്നും ചെയ്യൂല. എന്നാൽ പൈസ ഉണ്ടാവും, ഇഷ്ടം പോലെ പൈസ ഉണ്ടാവും, ഒരുപാടുണ്ടാവും. പക്ഷെ അതിങ്ങനെ പൂഴ്ത്തി വെച്ചിട്ടുണ്ടാവും. അതോടൊപ്പം ഒരാൾ നല്ല എന്തെങ്കിലും, ഒരു നല്ല വസ്ത്രം ധരിച്ചു വന്നാലോ, എന്തിനപ്പോൾ ഇത്ര പൈസ എന്തിനാ ഇങ്ങനെ കളയുന്നതെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ആളുകൾക്കൊരു ഉപകാരം ചെയ്യാൻ ഇയാൾ കുറേ പൈസന്റെ ഇടയിൽ നിന്ന് ഒരു 10 രൂപ എടുത്ത് കൊടുക്കും. അപ്പോൾ മറ്റേ ആൾ ചിലപ്പോൾ അത്ര ഒന്നും സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല, 100 രൂപ കൊടുത്തിട്ടുണ്ടാവും. എന്തിനിപ്പോൾ 100 രൂപ കൊടുക്കേണ്ട ആവശ്യം? 50 കൊടുത്താൽ പോരെ, 20 കൊടുത്താൽ പോരെ എന്ന് ചോദിക്കും. ഇത് പൊതു സ്വഭാവമാണ്. ഒരു ഉദാഹരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഉദാഹരണം സഹോദരങ്ങളെ എത്ര മഹത്തരമാണെന്ന് നോക്കൂ നിങ്ങൾ. ഇതെല്ലാ കാര്യത്തിലും നമുക്ക് കാണാം. അപ്പം അതുകൊണ്ട് അൽ ബുഖൽ എന്നത്, പിശുക്ക് എന്നത് ചെറിയൊരു കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ച കാര്യമാണിത്. അൽ ബുഖൽ എന്നത് ഖുലുഖുൻ ദമീം, ആക്ഷേപാർഹമായ സ്വഭാവമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പല ആളുകളും വലിയ അഹങ്കാരമായിട്ടാണ് പിശുക്കിനെ കാണുക. അറു പിശുക്കനായിരിക്കും, എന്നാൽ അതൊരു അഹങ്കാരമായിട്ട് കൊണ്ടെടുക്കും പിശുക്ക് എന്നുള്ളത്. അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ നമുക്ക് ഔദാര്യമായി നൽകിയതാണ് സമ്പത്ത്. സമ്പത്ത് എന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അത് ദുനിയാവിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും ഒക്കെ കൊടുക്കും. സമ്പത്തിന്റെ പ്രത്യേകത അതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഈ കാര്യത്തിൽ അതീവ തൽപരനുമാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്, തീർച്ചയായും അവൻ ആ കാര്യത്തിൽ സാക്ഷിയുമാണ്, അവനറിയാം. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, അതോടൊപ്പം മനുഷ്യൻ അൽ ഖൈർ എന്ന് പറഞ്ഞാൽ ഇവിടെ അൽ മാൽ, സമ്പത്തിന്റെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവനാണ്. സമ്പത്തിനെ
ധനത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ് മനുഷ്യൻ. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, സമ്പത്ത് അതിങ്ങനെ സ്വരുക്കൂട്ടി വെക്കാൻ, കുന്നുകൂട്ടി വെക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും, ഇപ്പൊ പറയുന്ന ഞാനായാലും നമ്മളെല്ലാവരും സമ്പത്തിന്റെ കാര്യത്തിൽ അതിനോട് പ്രിയമുള്ളവരാണ്, ഇഷ്ടമുള്ളവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നൽകിക്കൊണ്ട് പരീക്ഷിക്കും, നൽകാതെയും പരീക്ഷിക്കും. നമ്മൾ മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ട്, ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും. ഒരാൾക്ക് ഒരുപാട് സമ്പത്ത് കിട്ടി എന്നത് അള്ളാഹു അയാളെ ആദരിച്ചു എന്നതിന്റെ തെളിവല്ല, മറിച്ച് അത് അയാൾക്കുള്ള പരീക്ഷണമാണ്. ഒരാൾക്ക് തീരെ കിട്ടിയില്ല, അത് അയാളെ അള്ളാഹു അവഗണിച്ചു എന്നതിന്റെ തെളിവല്ല, അതും അയാൾക്കുള്ള പരീക്ഷണമാണ്. അപ്പൊ സമ്പത്ത് നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. അതിൽ മനുഷ്യർ പല രൂപത്തിലാണ്. അതിൽ ചില ആളുകളാണ് ഇവിടെ പറഞ്ഞതുപോലെ പിശുക്കുന്ന ആളുകൾ. എവിടെയാണ് അവർ പിശുക്കുക? എന്താണ് പിശുക്കിന്റെ മാനദണ്ഡം? അള്ളാഹു നിർബന്ധമാക്കിയ സകാത്ത് അത് കൊടുക്കാതിരിക്കുക, അതാണ് പിശുക്കിന്റെ ആദ്യത്തെ കാര്യം. നമുക്ക് പൈസ തന്നിട്ടില്ല എന്നതല്ല അയാൾ പിശുക്കനാണെന്ന് പറയാനുള്ള മാനദണ്ഡം. നമ്മൾ പിരിവിന് പോയപ്പോ തന്നിട്ടില്ല എന്നതല്ല, അള്ളാഹുവിനോടുള്ള നിർബന്ധ ബാധ്യതയിൽ അയാൾ കാണിക്കുന്ന വീഴ്ച. സമ്പത്തുള്ള ഒരാൾ സമ്പത്തിന് കൃത്യമായി സകാത്ത് കൊടുക്കേണ്ട സമയത്ത് അത് പരിഗണിക്കാതിരിക്കുക എന്നത് ഒരാൾ പിശുക്കനാണ് എന്നതിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ മുസ്തഹബായ അഥവാ ഐച്ഛികമായ ചിലവഴിക്കൽ ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നിർബന്ധമല്ലാത്ത മേഖലകൾ അതും കൊടുക്കാതിരിക്കുക. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാതിരിക്കുക എന്ന് പറഞ്ഞില്ലേ? ഒരാൾ എത്ര കഷ്ടപ്പെട്ട് മുന്നിന്ന് ഉരുണ്ടാലും 5 പൈസ കൊടുക്കൂല. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല. ഇതാണ് ചില ആളുകൾ. വേറെ ചില ആളുകളാവട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് ധാരാളമായി കൊടുക്കും. നിർബന്ധമായ മേഖലയിലാവട്ടെ മുസ്തഹബായ മേഖലയിലാവട്ടെ അവർ കൃത്യമായി ചെലവഴിക്കും, ഉദാരശീലരായിരിക്കും. അങ്ങനെ ഒരാൾ ഉദാരമായി അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക എന്നത് ഇബാദത്താണ്. അയാൾക്ക് അതിന് അള്ളാഹു പ്രതിഫലം നൽകും, അതൊരിക്കലും വെറുതെ ആയി പോവുകയില്ല. അള്ളാഹു പറഞ്ഞില്ല മൻദല്ലദി യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ. അള്ളാഹു പറഞ്ഞു, ആരാണോ ഏറ്റവും ഉത്തമമായ കടം അള്ളാഹുവിന് നൽകുന്നത്. എന്താണ് അള്ളാഹുവിന് കടം നൽകുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ, അയാൾക്ക് അള്ളാഹു ധാരാളമായി ഇരട്ടി നൽകും. ഇത് ഇബാദത്താണ് എന്നതിന് പുറമെ അത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു അവരുടെ സമ്പത്തിൽ വർധനവ് നൽകും. അപ്പൊ ഇങ്ങനെ വാജിബായതും മുസ്തഹബായതും ഒക്കെ ആയ ചിലവഴിക്കൽ ഒരാൾക്ക് അനിവാര്യമാണ്. ഇതൊന്നും ചെയ്യാതെ ഒരാൾ പിടിച്ചു വെക്കുക എന്നത് ശരിയല്ല. അതാണ് അൽ ബുഖൽ. അയാൾ അങ്ങനെ ചെയ്താൽ വലിയ അപകടത്തിലാണ് അയാൾ ഉള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു പൈസയും ചെലവഴിക്കാതെ, ഒന്നും ചെലവഴിക്കാതെ പിശുക്കി അങ്ങനെ ജീവിക്കുക എന്നത് തെറ്റാണ്, തിന്മയാണ്. അള്ളാഹു അയാളെ ശിക്ഷിക്കാൻ അത് കാരണമായി തീരുന്നതാണ്. അത് വൻപാപത്തിൽ പെട്ടതാണ്. ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു വഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം. വല്ലദീന മുഅ്മിനീങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ഫീ അംവാലിഹിം മുഅ്മിനീങ്ങളുടെ സമ്പത്തിൽ ഹഖ്ഖുൻ മഅലൂം അറിയപ്പെട്ട ഓഹരിയുണ്ട് എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ ഓഹരി അവർ മാറ്റിവെക്കും. ലിസ്സായിലി വൽ മഹ്റൂം ചോദിച്ചു വരുന്ന ആളുകൾക്കും തടയപ്പെട്ട ആളുകൾക്കും. ചില ആളുകൾ ചോദിച്ചു വരും, അവകാശികളായിരിക്കും, സക്കാത്തിന്റെ ആളുകളായിരിക്കും, അല്ലാത്ത ആളുകളായിരിക്കും, ചോദിച്ചു വരും, അവർക്ക് മുഅ്മിനീങ്ങൾ കൊടുക്കും. തടയപ്പെട്ടവരുണ്ടാവും, അവർക്കും മുഅ്മിനീങ്ങൾ നൽകും. അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവത്തിൽ പെട്ടതാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം. മുഅ്മിനീങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്ന് ചോദിച്ചു വരുന്നവർക്കും തടയപ്പെട്ടവർക്കും നൽകുന്നവരാണ്. അവരുടെ സമ്പത്തിൽ
ഈ പറഞ്ഞ ആളുകൾക്ക് ഓഹരി ഉണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കണം ഒരു മുഅ്മിൻ. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അത് കൃത്യമായി കൊടുത്തു വിടുന്ന ആളുകളായിരിക്കണം. അതിൽപ്പെട്ടതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സക്കാത്ത്. സക്കാത്ത് എന്നത് ഒരിക്കലും നമ്മുടെ ഔദാര്യമല്ല, മറിച്ചത് അതിൻ്റെ അവകാശികളുടെ അവകാശമാണ്. നമ്മുടെ ഔദാര്യമല്ല. ഞാൻ സക്കാത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യം അല്ല, അത് നമുക്ക് അർഹതപ്പെട്ടതല്ല. അത് നമ്മുടെ സമ്പത്തിന്റെ സക്കാത്തിന്റെ ഓഹരി എന്നത് നമ്മുടേതല്ല, അതതിൻ്റെ അവകാശികൾക്ക് കൊടുക്കൽ നിർബന്ധമാണ്. കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്, നമ്മുടേതല്ല. അപ്പൊ ചോദിച്ചു വരുന്ന ആളുകൾ ഉണ്ടാവും അവരിൽ, എന്നാൽ ചോദിച്ചു വരാത്ത ആളുകൾ ഉണ്ടാകും. ഫക്കീറും മിസ്കീനും ഒക്കെ സക്കാത്തിന്റെ അവകാശികളിൽപ്പെട്ടതാണ്. ചില ആളുകൾ ചോദിക്കും, അല്ലാത്തവർ ചോദിക്കുകയില്ല. വൽ മഹ്റൂം എന്നതിന് മറ്റൊരു തഫ്സീർ പണ്ഡിതന്മാർ പറഞ്ഞത്, സമ്പത്തുണ്ടായ ഒരാൾ പിന്നീട് തകർന്നുപോയി, സാമ്പത്തികമായി തകർന്നുപോയി, അങ്ങനെ പ്രയാസത്തിലായ ആളുകൾ. ഏതായിരുന്നാലും ഇങ്ങനെ ആവശ്യക്കാരായ അർഹതപ്പെട്ട ആളുകൾക്ക് തങ്ങളുടെ സമ്പത്തിൽ നിന്നും ഓഹരി ഉണ്ടായിരിക്കും എന്നത് മുഅ്മിനീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ നിർബന്ധമായതും അല്ലാത്തതുമായ മേഖലകളിൽ അള്ളാഹു നൽകിയ സമ്പത്ത് ചെലവഴിക്കണം. അങ്ങനെ ചെലവഴിക്കാതിരുന്നാൽ അത്തരം ആളുകൾ ഈ പറഞ്ഞ ബഖീലന്മാരിൽ, പിശുക്കന്മാരിൽ ഉൾപ്പെടും. അള്ളാഹു അവരെ ആക്ഷേപിച്ചിരിക്കുന്നു. അത് വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഇതല്ലാത്ത മറ്റു ചില മേഖലകളിലുള്ള നമ്മുടെ ചെലവഴിക്കൽ, മുബാഹായ അനുവദനീയമായ മേഖലകളിലുള്ള ചെലവഴിക്കൽ, അതിൽ അള്ളാഹു പറഞ്ഞത് കുലു വഷ്റബു, നിങ്ങൾ തിന്നുക കുടിക്കുക, വലാ തുസ്രിഫു, നിങ്ങൾ അമിതവ്യയം കാണിക്കരുത്, ഇസ്രാഫ് കാണിക്കരുത്. കാരണം ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, തീർച്ചയായും അള്ളാഹു ഇസ്രാഫിന്റെ ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ സ്വത്ത്, എൻ്റെ സമ്പത്ത്, എൻ്റെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയതുപോലെ ചെലവഴിക്കാൻ പറ്റൂല, പാടില്ല. കാരണം ഈ സമ്പത്തിന് നാളെ റബ്ബിന്റെ മുന്നിൽ ഞാൻ മറുപടി പറയേണ്ടവനാണ്. അതുകൊണ്ട് ചെലവഴിക്കുമ്പോൾ ഹലാലായ അനുവദനീയമായ മേഖലകളിൽ ചെലവഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം. അതിന് നിബന്ധനകളുണ്ട്. ഈ പറഞ്ഞതുപോലെ വലാ തുസ്രിഫു, തിന്നോളൂ, കുടിച്ചോളൂ, ചെലവഴിച്ചോളൂ, പക്ഷെ പരിധി വിടരുത്, പരിധി വിട്ട അവസ്ഥയിൽ ഉണ്ടാവരുത്. അള്ളാഹു ഇബാദുർ റഹ്മാൻ, അവന്റെ നല്ലവരായ അടിമകളെ കുറിച്ച് പറഞ്ഞെന്താണ്? വല്ലദീന ഇദാ അൻഫഖു, അവർ നല്ലവരായ അള്ളാഹുവിന്റെ അടിമകൾ ചെലവഴിക്കുകയാണെങ്കിൽ ലം യുസ്രിഫു, അവർ പരിധി വിട്ട് അമിതമായി ചെലവഴിക്കുകയില്ല. വലം യഖ്തുറു, ചെലവഴിക്കേണ്ട മേഖലകളിൽ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമ, അതിനിടയിലുള്ള മധ്യമമായ അവസ്ഥയിലായിരിക്കും. സഹോദരങ്ങളെ, നമുക്ക് നിർബന്ധമായി കൊടുക്കേണ്ടതുണ്ട്, ചെലവഴിക്കേണ്ടതുണ്ട്. ഐച്ഛികമായി മുസ്തഹബായി പുണ്യം ലഭിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതിനു പുറമെ മുബാഹായ ചെലവഴിക്കലുണ്ട്. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ നമ്മുടെ ഭൗതികമായ മറ്റു കാര്യങ്ങൾ, വസ്ത്രാവട്ടെ, തിന്നലാവട്ടെ, കുടിക്കലാവട്ടെ, ഇതൊക്കെ. ഇതിലെല്ലാം പല ആളുകളും പിശുക്കന്മാരായിരിക്കും. തീരെ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകളുണ്ടാവും. ഒരു നിലക്കും ചെലവഴിക്കാതെ കൊടുക്കാതെ വെക്കുന്ന ആളുകൾ, അത് പാടില്ല. അതേപോലെ തന്നെ നേരെ തിരിച്ച് ഒന്നും നോക്കാതെ എന്തിനും ഏതിനും പൈസ എന്ന് കേൾക്കണ്ടുള്ളൂ, എടുത്തു കൊടുക്കും. ഇപ്പൊ പ്രത്യേകിച്ച് എളുപ്പമാണല്ലോ, 2 തെക്കിലൊക്കെ പാസ്വേഡ് അടിക്കുക, ഡും പോയി. ഇങ്ങനെ ആയിരക്കണക്കിന്, 10,000-കണക്കിന്. എന്തിനാ? ടൂറാ, ആ ടൂർ എത്ര കൊടുക്കുക, ചായ കുടിക്കുക എത്ര കൊടുക്കുക. നാളെ അള്ളാന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും. അപ്പം അങ്ങനെ വെറുതെ ഒരു കയ്യും കണക്കില്ലാതെ ചെലവഴിക്കരുത്. കാരണം സമ്പത്ത് എന്നത് നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന് പൊതുവെ അവന്റെ പ്രകൃതിയിൽ ഇഷ്ടമുള്ള കാര്യമാണ്. അത് അള്ളാഹു പരീക്ഷണമായി നിശ്ചയിച്ചതാണ്. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അത് നമ്മുടെ നിലനിൽപ്പാണ്. ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പൈസ വേണം, സമ്പത്ത് വേണം. എപ്പോഴും ഒരാൾ ധന്യനായിരിക്കണം എന്നില്ല, ചിലപ്പോൾ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു തലമുറയ്ക്ക് ശേഷം അടുത്ത തലമുറ ചിലപ്പോൾ ആളുകളോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നാലോ? അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസ് കൂടിയുണ്ട്, ആ ബാബിൽ നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.